എന്തിനാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ക്യൂരിയസ് ആയിട്ടുണ്ട്. ചോദ്യം ഒരാളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം അയാളുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉണ്ട് ആണ്. അറിയാൻ പാടില്ലാത്ത ഒന്നിനെ അറിയാനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ക്യൂരിയസ് ആണ്. ഈ മെജോറിറ്റി ക്യൂരിയോസിറ്റി ഇല്ലാത്തവരാണല്ലോ. അപ്പൊ ആ ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ സക്സസ് ആവുക. അവർക്ക് എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസ്, അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് ഇന്നോവേറ്റ് ചെയ്യുന്നത്. ഇവരുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഇവരെ ഭയങ്കരമായി പ്രചോദിപ്പിക്കും. നിങ്ങൾ ലോകത്ത് സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾ പറയുന്ന ആളുകളുടെ ലിസ്റ്റുകളിലെടുത്ത് അവർക്ക് പണം ഉണ്ടാവാൻ കേട്ടോ. പണമോ സൗകര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവാം. പക്ഷേ അവർ പണക്കാരായത് കൊണ്ടല്ല അവരെ ലോകം സക്സസ്ഫുൾ എന്ന് പറഞ്ഞത്. നമസ്കാരം സർ. നമസ്കാരം സർ, സക്സസിനെ കുറിച്ചും ഫെയിലിയറിനെ കുറിച്ചും ഒത്തിരി സാറ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരു വീഡിയോയിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്, എന്തായിരിക്കും ഒരു സക്സസ്ഫുൾ ആയ ആളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം? ലൈക്ക് സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരു നോർമൽ പേഴ്സണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് എന്ത് മോട്ടിവേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അവരെന്തായിരിക്കും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഈ പലപ്പോഴും പല ആളുകളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകളെ വിജയത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നത് പണമാണ്. അപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകളോടൊക്കെ പറയും പണം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ അതാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പണം തുടക്കത്ത് ഒരാളെ പ്രചോദിപ്പിച്ചേക്കാം. ഒരു സസ്റ്റൈനബിൾ സക്സസ് ഉണ്ടാക്കുന്നത് പണമോടുള്ള മോട്ടിവേഷൻ അല്ല എന്നാണ്. ഇപ്പൊ ഉദാഹരണം, എലോൺ മസ്കിനെ ഇനി പണം എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? ഇല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിനെ ഇനി എങ്ങനെയാണ് പണം മോട്ടിവേറ്റ് ചെയ്യുക? അപ്പൊ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അത്രയും പണമായതിനു ശേഷം അദ്ദേഹം തന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമായിരുന്നു. അപ്പോൾ പണമല്ല മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ്, വേറെ എന്തോ പലതും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തുടക്കത്തെ ഒരു സാധാരണ ഉദ്ദേശമല്ല ഹൈലി സക്സസ്ഫുൾ ആയ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പണമല്ല. കാരണം പണം തുടക്കത്ത് സഹായകരമാകും. കാരണം ആ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നവരെ നമുക്ക് ചിലപ്പോൾ പ്രചോദനം ഉണ്ടാകും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡൗൺ ആവാൻ കാരണം പണത്തിനോട് ഫോക്കസ് ആയതുകൊണ്ടാണ്. പക്ഷെ സസ്റ്റൈനബിൾ ആയ വലിയ ഗ്രോത്ത് കാണിക്കുന്ന ആളുകൾക്ക് പണത്തിന്റെ അപ്പുറത്ത് ഇന്റർണലി അവർക്ക് ചില റിവാർഡുകൾ, ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും അവരെ പ്രചോദിപ്പിച്ചത്. അതെന്തൊക്കെയായിരിക്കും ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നാമത്തെ കാര്യം, അവർക്ക് അവരെക്കാൾ വലിയ ഒരു പർപ്പസ് ഉണ്ടായിട്ടുണ്ടാകും. അവരെക്കാൾ വലിയൊരു പർപ്പസ്, അവരെക്കാൾ വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരുടെ ലെവലിനേക്കാൾ വലിയൊരു സാധനം ഇവരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ്. അപ്പൊ ആ പർപ്പസാണ് ഇവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളിപ്പോഴും പറയില്ലേ, ഒരു ബിസിനസ്സിൽ ഒരു പർപ്പസ് ഉണ്ടാകണം. ആ പർപ്പസ് ആ ഓൺട്രപ്രണറേക്കാൾ വലുതായിരിക്കണം. ഒരു സമൂഹത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ 1975 മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സമയത്ത് ഈ ലോകത്തിന്റെ ഓരോ വീട്ടിലും ഓരോ മേശപ്പുറത്തും ഒരു PC ഉണ്ടാകണം, പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാകണം എന്ന്, അത് വലിയ ഒരു അദ്ദേഹത്തിനേക്കാൾ വലിയൊരു സാധനമാണ്. ഈ പർപ്പസുകളാണ് മനുഷ്യനെ എപ്പോഴും ലീഡ് ചെയ്യുന്നത്, സക്സസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു പർപ്പസ് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ, ലോകത്തെ എല്ലാത്തിനും പർപ്പസ് ഉണ്ട്. നിങ്ങൾ മാവിനോട് ചെന്ന് നിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ മാവ് കൃത്യമായി പറയും. അതുകൊണ്ടാണ് അതിനെ മാവ് എന്ന് വിളിച്ചത്. നമ്മൾ തെങ്ങിനോട് ചോദിച്ചു നിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ പർപ്പസ് അത് പറയും. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തെങ്ങെന്ന് വിളിച്ചത്. അതുപോലെ ഓരോ മനുഷ്യനും ഒരു പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസ് എന്താണെന്ന് അയാൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി അയാൾ തൻ്റെ കരിയർ ബിൽഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ ഇൻസ്പയർഡ് ആകും എന്നാണ്. ഈ പർപ്പസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ തടസ്സങ്ങൾ വന്നാലും നമ്മളെ ബാധിക്കില്ല. അതായത് ഒരു സ്ട്രോങ് വൈ അവർക്കുണ്ടായിരുന്നു, അത് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ആളുകൾ എപ്പോഴും ഹൗ ആണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. ഹൗ ടെക്നിക്കൽ ആണ്, ഹൗ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്, വൈ ആണ് പ്രധാനം. ഞാൻ എന്തിന് ഇത് ചെയ്യണം എന്ന ചോദ്യം, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ കരിയർ തിരഞ്ഞെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് ഈ പ്രോഡക്റ്റ് സെല് ചെയ്യേണ്ടത്, ഈ വൈ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഹൗ
നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. ഇതാണ് എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവവും. ഞാൻ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് വരാം. പൊതുവെ ആളുകൾക്ക് എക്സ്പെരിമെന്റേഷൻ ചെയ്യാനായിട്ടൊരു പേടി ഉണ്ടാവും. ബിക്കോസ് അത് സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ പല ആളുകളും നമ്മളൊരു ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ എക്സ്പെരിമെന്റേഷൻ ഭയങ്കരമായി ചെയ്തിരുന്നു, വിച്ച് മീൻസ് അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പിന്നെയും ചെയ്ത് നോക്കാം, നെക്സ്റ്റ് എന്താണ് ആ ഒരു ക്യൂരിയോസിറ്റി ആക്ച്വലി അവരെ മോട്ടിവേറ്റ് ചെയ്യില്ലേ? മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയ വികാരം എന്ന് വേണമെങ്കിൽ പറയാം, ഒന്ന് ക്യൂരിയോസിറ്റി ആണെന്നാണ്. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം നോക്കുന്നത് കൗതുകത്തോടു കൂടിയാണ്. പിന്നീട് കാലഘട്ടങ്ങളിലൂടെ വന്ന് നമ്മുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാകുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിദ്യാലയങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയെ ഇല്ലാതാക്കുന്നു എന്നാണ്. ചെറിയ കൊച്ചായിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടമാനം ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ക്യൂരിയസ് ആയതുകൊണ്ടാണ്. ചോദ്യം ഒരാളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളണം അയാളുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉണ്ട് എന്നാണ്. കാരണം എന്താ, അറിയാൻ പാടില്ലാത്ത ഒന്നിനെ അറിയാനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ക്യൂരിയസ് ആണ്. പക്ഷേ നമ്മുടെ സ്കൂളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമോ? ഇല്ല. ഞാൻ അധികം ചോദിക്കണ്ട, അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ട സ്ഥലത്ത് സക്സസ്ഫുൾ ആയ ആളുകൾ ഈ മെജോറിറ്റി ക്യൂരിയോസിറ്റി ഇല്ലാത്തവരാണല്ലോ. അപ്പൊ ആ ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന കുറച്ച് ആളുകളുണ്ട്, അവരാണ് സക്സസ് ആവുക. അവർക്ക് എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ, ഇന്നവേഷൻസ്, അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് ഇന്നവേറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം കിട്ടിയതിനെ കുറിച്ച് അറിയാം, ഇനി കിട്ടാനുള്ളത് എന്താണെന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അവരങ്ങനെയല്ല, കിട്ടാനുള്ളത് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു ഇൻസ്പിറേഷനാണ് അവരെ അപേക്ഷിച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, പിന്നെ ഇവരെ പ്രചോദിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇവരുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇവരെ ഭയങ്കരമായി പ്രചോദിപ്പിക്കും. അതായത് ഇവരുടെ പ്രവൃത്തി കൊണ്ടോ ഇവർ ചെയ്യുന്ന ബിസിനസ് കൊണ്ടോ ഈ സമൂഹത്തിലോ ഇല്ലെങ്കിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളിലോ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇവരെ ഭയങ്കരമായി പ്രചോദിപ്പിക്കും. ഉദാഹരണം പറയാം, ഞാൻ ഒരു 1000 പേർക്ക് ജോലി കൊടുക്കണം എന്നൊരു എന്റർപ്രണർ വിചാരിക്കുകയാണ്. അപ്പൊ 1000 പേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അവർക്ക് വെൽത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള അങ്ങനെ ഇദ്ദേഹം ചെയ്യുമ്പോൾ, ഇദ്ദേഹം വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നാണ് അല്ലെ. പല കമ്പനികളും സ്റ്റേക്ക് കൊടുക്കും എംപ്ലോയീസിന്, അതുകൊണ്ട് അവർക്ക് വെൽത്ത് ഉണ്ടാകും. ഈ ഇമ്പാക്റ്റുകളെ കുറിച്ചുള്ള ചിന്തയും ഇവരെ ഭയങ്കരമായി പ്രചോദിപ്പിക്കും. അതേപോലെ ഇവർ കണ്ടെത്തുന്ന പ്രോഡക്റ്റുകളായിരിക്കാം, ഇല്ലെങ്കിൽ ഇവരുടെ ചില ഐഡിയാസ് ആയിരിക്കാം, അത് ചുറ്റുമുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റും ഇവരെ ഭയങ്കരമായി പ്രചോദിപ്പിക്കും. ഈ സാർ ആദ്യം പറഞ്ഞ പർപ്പസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇവർക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകും മൈൻഡിൽ. ആ പർപ്പസ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കും എന്നതാണ് ഇവരെ പ്രചോദിപ്പിക്കുന്നത്. സാർ എപ്പോഴും പറയുന്ന കാര്യമില്ല, നമ്മൾ ജനിച്ചു എന്നത് കൊണ്ടല്ല, നമ്മളിവിടെ ജീവിച്ചിരുന്നു തന്നെ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പല സക്സസ്ഫുൾ ആയ ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ച് അവർ ആക്ച്വലി ഞാൻ ബിൽഡ് ചെയ്തൊരു കാര്യം ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകണം, എൻ്റെ ആ ഒരു ലെഗസി എന്ന് പറയുന്ന കാര്യം ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് അവരെ മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ അല്ലേ? മോട്ടിവേറ്റ് ചെയ്യും. ഇതിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ലെഗസീനെ രണ്ടായിട്ട് തിരിക്കാം. ലെഗസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ നല്ലോണം സമ്പാദിച്ച് എന്റെ മകന് കൊടുക്കണം, അതിനെയും ആളുകൾ ലെഗസി എന്നൊക്കെയാ പറയാ. അതായത് ഞാൻ അതിനെ ലെഗസി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ലെഗസി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മരിക്കുമ്പോൾ ലോകം നിങ്ങൾക്ക് വേണ്ടി കരയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവണം. അപ്പൊ അതൊരു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ചില നേതാക്കന്മാർ മരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ വന്ന് കാണുകയും കരയുകയും ഒക്കെ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. കാരണം അവർ എവിടെയോ അറിയപ്പെടാത്ത ആളുകളുടെ മനസ്സിൽ പോലും ഒരു മുദ്ര പതിപ്പിച്ചിട്ട് പോയി എന്നാണ്. അതിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി സ്വത്തുണ്ടാക്കി വെക്കുകയും മക്കൾക്ക് വലിയ വീട് പണിത് കൊടുക്കുന്നതിന് ലെഗസി എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു മക്കൾ തെരുവിളിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുക. പകരം അല്ലാതെ ഞാൻ ജീവിച്ചതിലൂടെ
എന്നാൽ എത്തിപ്പെടാവുന്ന ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന് എന്ത് മുദ്ര ഞാൻ പതിപ്പിച്ചു വെച്ചിട്ട് പോകും എന്നതാണ്. മഹാത്മാഗാന്ധി മരിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ മുദ്ര ഇപ്പോഴും നമ്മളെ പലരെയും ചിന്തിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ ലെഗസി എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, എന്തിനാ ആളുകൾ പുസ്തകങ്ങൾ എഴുതുന്നത്, എന്തിനാ ആളുകൾ വിസ്ഡം ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് എന്റെ കാലശേഷവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ലോകത്ത് എത്തിപ്പെടണം എന്നതുകൊണ്ട് തന്നെയാണ്. അത് ആ പേഴ്സണിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഫിയർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി നല്ല അവെയർ ആയിരുന്നു അവർ. ബിക്കോസ് ഞാൻ 80s എത്തിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് നോക്കിയില്ല എന്നുള്ളൊരു റിഗ്രറ്റ് അവർക്ക് വരാനായിട്ട് പാടില്ല. അപ്പോൾ അതൊരു ഫാക്ടർ അല്ലേ ശരിക്കും? നിങ്ങൾ ഈ പ്രായമായ ആളുകളെ പലരെയും കണ്ടാൽ, പല വീടുകളിലും നമ്മൾ പ്രായമായവരെ കണ്ടാൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന പ്രായമായവരെ കുറവേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അവര് കുറവായി പോയെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചിരിച്ച് സന്തോഷം. കാരണം ജീവിതത്തിലെ ഒരുപാട് കാലം കഴിഞ്ഞു, നന്നായി ജീവിച്ചു, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, ഇനി നമുക്ക് അനിവാര്യമായ ഒരു മരണത്തിലേക്ക് കാത്തിരിക്കുന്നു, അത് വളരെ സന്തോഷമായി സ്വീകരിക്കണം എന്നാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയല്ല. വിസ കിട്ടിയിട്ടില്ല, പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ കാണാം അല്ലേ? ദുഃഖഭാവം കാണാം. എന്തുകൊണ്ടാണ് ദുഃഖഭാവം എന്ന് ചോദിച്ചാൽ, ഞാനൊരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്ന് തോന്നുന്നതുണ്ടാവാം. ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. അത് വളരെ വേദനാജനകമായ ഒരു ചിന്തയാണ്. എന്താ കാരണം, തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ ഇത് ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് ഞാൻ ഇത് പഠിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് ഞാൻ ഇന്ന യാത്ര ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. വേദനിക്കാൻ മാത്രമേ സഹായകരമാകൂ. ഇത് ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ അർത്ഥപൂർണമായി ജീവിക്കണം. അർത്ഥപൂർണമായി ജീവിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, നിങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ലെഗസി, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായി ചെയ്താൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഇല്ലെങ്കിൽ പ്രായമായ സമയത്ത് ദുഃഖത്തോടുകൂടി ചിരിക്കാൻ കഴിയാതെ മരിക്കുക എന്നുള്ളത് ഒരു ഫൈനൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ജോലി ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് സാറിൻ്റെ അടുത്ത്, ഇവരുടെ അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഫൈനൽ ഇതുപോലെ നമ്മൾ എന്തായിരിക്കും ഇവരിൽ നിന്ന് അറ്റ്ലാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം? സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും ഫൈനലായിട്ട് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മുടെ നാട്ടില് പൊതുവെ ചിന്തിക്കുന്ന ഒരു ചിന്ത ആദ്യം തന്നെ മാറണമെന്നാണ്. സക്സസ് എന്ന് പറയുന്നത് പണം മാത്രമല്ല. ഇവിടെ എല്ലാ മാനദണ്ഡങ്ങളും പണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പണമുള്ളവർ സക്സസ് ആയി എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ലോകത്ത് സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾ പറയുന്ന ആളുകളുടെ ലിസ്റ്റുകളിൽ എടുത്ത് അവർക്ക് പണം ഉണ്ടാവാം കേട്ടോ, പണമോ സൗകര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവാം. പക്ഷേ അവർ പണക്കാരായത് കൊണ്ടല്ല അവരെ ലോകം സക്സസ്ഫുൾ എന്ന് പറഞ്ഞത്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർ വേറെ പലതും അവരെ ചുറ്റിയുള്ള സമൂഹത്തിനോടും ലോകത്തിനോടും ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ അത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യത്യസ്തമാണ്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസ് അല്ല എൻ്റെ ജീവിതത്തിലെ പർപ്പസ്, തെങ്ങിന്റെ പർപ്പസ് അല്ല മാവിന്റെ പർപ്പസ് എന്ന് പറയുന്ന പോലെ ഇതൊരു അന്വേഷണമാണ്. അത് കണ്ടെത്തുകയും അങ്ങനെ ഒരു ഇമ്പാക്റ്റ്, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ ചുറ്റിയുള്ളവരുടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യലാണ് എൻ്റെ ജീവിത ദൗത്യമെന്നും ഇനി ഒരു ജന്മമില്ലെന്നും. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ മതവിശ്വാസങ്ങൾക്ക് എതിരാന്ന് ഞാൻ ഏത് മതമായാലും അടുത്തൊരു ജന്മമുണ്ട്, ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ എൻ്റെ അറിവിലില്ല, എനിക്ക് അനുഭവമില്ല. അതുകൊണ്ട് ഈ ഉള്ള ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യൻ കുറേയും കൂടി മീനിങ് ഫുൾ ആയി ജീവിക്കുന്നതാണ്. ഇൻ ഷോർട്ട്, ഇന്റേണൽ ആയിട്ടുള്ള റിവാർഡുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, വി വിൽ ബി മോട്ടിവേറ്റഡ്. അപ്പോൾ ഈ ഒരു ടോക്ക് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു, കുറേ പോയിന്റ്സ് പറഞ്ഞു. ഇതെല്ലാം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. ഇത്രയും നല്ലൊരു ടൈം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന്
താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.